ശ്രുതി ഹെവനിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു വെള്ളക്കടല വെച്ചിട്ടുള്ള അടിപൊളി കറിയാണ്. പിട്ടിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പത്തിരിയുടെ കൂടെയും നൂൽപ്പിട്ടിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയൊരു കറിയാണ്. അപ്പോൾ നിങ്ങളിത് വീട്ടിലുണ്ടാക്കി നോക്കുക. നല്ല രുചിയുള്ള കറിയാണ് വെള്ളക്കടല വെച്ചിട്ട്. ഇതിലേക്ക് നമ്മൾ സബോള ഇട്ട് കൊടുക്കുകയാണ്. സബോളയും തക്കാളിയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും കുത്തിയത് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ പൊടികളൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. പൊടികൾ ഇട്ട് കൊടുക്കുക, ഉപ്പിട്ട് കൊടുക്കുക. വെള്ളക്കടല ആണ് ഞാൻ ഇതിലേക്ക് എടുത്തുള്ളത്. വെള്ളക്കടല അതൊരു 250 എടുത്തിട്ടുണ്ട് ഞാൻ. കുതിർന്നപ്പോൾ അത് കൂടുതലായി. നിങ്ങൾക്ക് പാകത്തിന് എടുത്താൽ മതി. ഇനി നമുക്കത് നല്ലോണം കൂട്ടി തിരുമ്പുക. കൈ വെച്ചിട്ട് നല്ലോണം കൂട്ടി തിരുമ്പി നമുക്ക് അടുപ്പത്ത് വയ്ക്കാം. നമുക്കത് അടപ്പത്ത് വെച്ചിട്ട് കാണാം. നമുക്കിനി ഗ്യാസ് കത്തിച്ച് നമുക്കത് അടുപ്പത്ത് വയ്ക്കാം. അത് ഗ്യാസ് വെച്ച് കുക്കർ അടുപ്പത്ത് വയ്ക്കാം. ഇനി അതൊന്ന് വെന്ത് വന്നിട്ട് നമുക്ക് ബാക്കി കാണാം. അപ്പോൾ അതാ നമ്മുടെ കടലൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചെടുക്കാം. സ്റ്റവ് കത്തിച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചെടുക്കാം. തേങ്ങാപ്പാൽ ഇതാ കട്ടിയായുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചെടുത്ത് ഒന്ന് നല്ല തിളച്ച് എന്നിട്ട് നമുക്ക് ഇറക്കി നല്ല തിളച്ച് വരട്ടെ. എന്നിട്ട് നമുക്കത് ഇറക്കി വയ്ക്കാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് വറവിടാൻ നോക്കാം. അതൊക്കെ തിളച്ച് വന്നത് നമുക്ക് ഇനി ഇതിൽ വറവിടാൻ നോക്കാം. നമുക്കത് വറവിടാൻ നോക്കാം. ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ചുവന്നുള്ളിയാണ് ഞാൻ വറുത്തിടുന്നത്. നിങ്ങൾക്ക് കടുക് വേണമെങ്കിൽ വറുത്തിടാം. ചുവന്നുള്ളി ആകുമ്പോൾ നല്ലൊരു രസം ഉണ്ടാവും. ഉള്ളിയൊന്നും മൂത്ത് വരട്ടെ.
ഇപ്പോൾ ഉള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് അത് കറിയിലേക്ക് വയ്ക്കാം. നമ്മുടെ കറിയൊക്കെ കടലക്കറി റെഡിയായി. നല്ലൊരു അടിപൊളി കടലക്കറിയാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത് പിട്ടിൻ്റെ കൂടെയും നൂൽപ്പിട്ടിൻ്റെ കൂടെയും പിന്നെ ചപ്പാത്തിയുടെ കൂടെയും പത്തിരിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയതാണ്. ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം. ആരും വീഡിയോ കണ്ടു പോവാതെ സബ്സ്ക്രൈബൊക്കെ ചെയ്യണം, ലൈക്കൊക്കെ ചെയ്യണം. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരാം.